ഈ ബജറ്റിൽ ഒരു വലിയ മേന്മയായി താങ്കൾ ഉയർത്തിക്കാട്ടുന്നതാണ് ലൈഫ് പദ്ധതിക്ക് ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും വലിയൊരു വിഹിതം നീക്കിവെച്ചിരിക്കുന്നു 1160 കോടി രൂപ. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വേണ്ടി 774 കോടി രൂപ ഈ ബജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഈ പദ്ധതി വിഹിതമൊക്കെ 50% വെട്ടിക്കുറച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നത്. മാത്രമല്ല, പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം തന്നെ ലൈഫ് മിഷന് വേണ്ടി നീക്കിയിരിപ്പായിരുന്ന 500 കോടി, കഴിഞ്ഞ ബജറ്റിൽ നീക്കിവെച്ച 500 കോടിയിൽ 25% മാത്രമാണ് എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുള്ളത്, വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്നാണ്. അപ്പോൾ പ്രായോഗികമല്ലാത്ത നിർദ്ദേശങ്ങൾ ഈ ബജറ്റിൽ വെക്കുന്നു, അത് വലിയ മേന്മയായി ഈ സർക്കാർ അവതരിപ്പിക്കുന്നു. ഇതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതുകൊണ്ട് തന്നെ ഇതൊരു കണ്ണിൽ പൊടിയിടുന്ന ബജറ്റാണ് എന്ന ആക്ഷേപം ഉന്നയിക്കുകയാണ് അവർ. അല്ല, നമ്മൾ ഈ സർക്കാരിൻ്റെ ചെലവുകളും കണക്കുകളും ഒക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അക്കൗണ്ടുകളിൽ കൂടിയാണ്. അത് പ്രിൻ്റ് ചെയ്യുന്ന അക്കൗണ്ട് മാത്രമല്ല, CAG പരിശോധിക്കുന്ന അക്കൗണ്ട് ഉൾപ്പെടെയാണ്. അങ്ങനെ നോക്കുമ്പം പൈസ ചിലവാക്കാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്പെൻഡിങ്ങിൽ പൊതുവിൽ കണക്കിലും കുറയണമല്ലോ. കഴിഞ്ഞ വർഷം ആകെ 1,59,000 കോടി രൂപയാണ് അക്കൗണ്ട് അനുസരിച്ച് ചിലവായത്. അതിന് മുമ്പത്തെ വർഷവും 1,59,000 ചില്ലാനും കോടിയാണ്. ഈ വർഷം അത് 1,78,000 കോടി ആകുമെന്നാണ് ഇപ്പോഴത്തെ റിവൈസ്ഡ് ബഡ്ജറ്റ് കണക്കുകൾ പറയുന്നത്. ചിലപ്പോൾ 3,000-4,000 കോടിയുടെ വ്യത്യാസം വന്നേക്കാം. എന്നാലും ഇത്രയും കൂടുതൽ 1,78,000 കോടി 1,60,000 കോടിയിൽ നിന്ന് 1,78,000 കോടിയിലേക്ക് പോകുമ്പം അത് വർധനയാണല്ലോ, കുറവല്ലല്ലോ. അപ്പോൾ അതിനകത്ത് വർധനയുണ്ട്, വിചാരിക്കുന്ന അത്ര കാര്യങ്ങളില്ല. ഈ വർധന ഉണ്ടാകുന്നത് നല്ലതുപോലെ ടാക്സിൻ്റെ പ്രവർത്തനവും ബക്ക് പ്രവർത്തനവും ഭരണപരമായ പ്രവർത്തനവും നടന്നിട്ട് തന്നെയാണ്. ഈ സപ്ലൈകോയ്ക്ക് നീക്കി വെച്ചിട്ടുള്ള 700 കോടിയുടെ കാര്യത്തിലും വിമർശനം ഉണ്ടാകുന്നത് സപ്ലൈകോയ്ക്ക് സർക്കാർ കൊടുക്കാനുള്ള കടം തീർക്കാൻ മാത്രമേ ഈ പണം ഉപയോഗിക്കുക. അതായത് വിതരണക്കാരുടെ പണം കൊടുത്തിട്ടില്ല, കർഷകരുടെ പണം കൊടുക്കാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സപ്ലൈകോയ്ക്ക് ഫലത്തിൽ നീക്കിയിരിപ്പ് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ സപ്ലൈകോയുടെ പ്രവർത്തന മൂലധനം തന്നെ സർക്കാരിന് നൽകാൻ കഴിയാത്ത സ്ഥിതിയാണ്. 700 കോടി എന്ന് പറയുമ്പോഴും അത് സർക്കാർ കൊടുത്തു തീർക്കാനുള്ള പണം മാത്രമായി നിൽക്കുന്നു. ചുരുക്കത്തിൽ സപ്ലൈകോ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കാൻ പോകുന്നു കൂടുതലായി എന്നതാണ്. അത് ശരിയല്ലേ? അത് ശരിയല്ല. കാരണം സപ്ലൈകോയ്ക്ക് കൊടുത്തു തീർക്കാനും അല്ലെങ്കിൽ ഗവൺമെൻറ് എടുത്തതിൻ്റെ ഭാഗമായി കൊടുക്കാനുള്ള പണം ഉണ്ടെങ്കിൽ ഓരോ സമയത്തും കൊടുക്കും. ഇതെല്ലാം പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. കഴിഞ്ഞ വർഷം മാർച്ചിൽ 1,400 കോടി രൂപയാണ് സപ്ലൈകോയ്ക്ക് വേണ്ടിയിട്ട് അവരെടുത്തതാണ്, പൊതുകാര്യത്തിനാണ്. 1,400 കോടിയാണ് കേരള ബാങ്കിൽ കൊടുത്തു തീർത്തത്. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും സർക്കാർ കൊടുക്കുകയും അത് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യും. സപ്ലൈകോയുടെ പ്രവർത്തനത്തിന് പുറകോട്ട് വരാതെ കാര്യങ്ങൾ നന്നായി കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യത്തിനകത്ത് എല്ലാ ഉറപ്പും അതിൻ്റെ പ്രവർത്തനവും നടത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്, നടക്കുകയും ചെയ്യും. അല്ല, താങ്കൾ പറഞ്ഞല്ലോ ഈ കണക്കുകൾ വെച്ചാണ് സംസാരിക്കേണ്ടതെന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇതേ കണക്കുകൾ വെച്ച് തന്നെ നോക്കുമ്പോൾ ഈ ബജറ്റ് യാഥാർത്ഥ്യബോധത്തോടു കൂടി ഉള്ളതല്ല എന്നാണ് വിമർശനം. മാത്രമല്ല, അദ്ദേഹം കുറച്ചുകൂടി ഷാർപ്പായിട്ട് ഈ ബജറ്റിനെ വിമർശിക്കുന്നത് ഇതൊരു ഫെയർവെൽ ബജറ്റാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു ബജറ്റിന് വേണ്ട അടുക്കും ചിട്ടയും രൂപം പോലും ഇല്ലാത്ത ബജറ്റ്, വിവിധ വകുപ്പുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളെയൊക്കെ അടുക്കും ചിട്ടയും പോലും ഇല്ലാതെ ഒരു ബജറ്റായി അവതരിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെയൊന്നും ചരിത്രത്തിൽ ഇതുവരെ, കഴിഞ്ഞ 10-25 കൊല്ലത്തെ ചരിത്രത്തിൽ കേരളത്തിൽ ഇതുപോലെ ബജറ്റ് കണ്ടിട്ടില്ല എന്ന ഭാഷയിലായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. താങ്കൾ ശ്രദ്ധിച്ചു കാണാം. അല്ല, പ്രതിപക്ഷ നേതാവിന് ശക്തമായി വിമർശിക്കാനും പറയാനും ഒക്കെ ഉള്ള അവകാശമുണ്ടല്ലോ. പക്ഷേ ഈ കഴിഞ്ഞ 10-25 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടത്തിൽ കൂടി, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടേറിയ ഘട്ടത്തിൽ കൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോയി അതിനെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായി ശ്രമിക്കുന്നതിൻ്റെ റിസൾട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ കണ്ടത്. അങ്ങനെ മുന്നോട്ട് വരുന്നുണ്ട്. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ ആളുകൾ, ഈ ഗവൺമെൻറ് പ്രതിനിധികൾ, മന്ത്രിമാരൊക്കെ ആ സാധാരണക്കാരുടെ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അസാമാന്യമായ പ്രതിഭാവിലാസത്തോടു കൂടി കേന്ദ്രത്തിൽ നിന്ന് പണം തരാതിരിക്കുമ്പോൾ ഇത് ആകാശത്തു നിന്നങ്ങോട്ട് മായികമായി കൊണ്ടുവന്ന് അതിനെല്ലാം പണമുണ്ടാക്കി ചെയ്യാൻ പറ്റുന്ന അഭൗമമായ ശക്തിയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഈ സാഹചര്യത്തിനകത്ത് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട തരത്തിലേക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാൻ, ആ ഗ്രോത്ത് മാത്രമല്ല സ്പെൻഡിങ് ഉണ്ടാക്കാൻ തകർന്നു പോകാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എളിയ അവകാശവാദം അല്ലാതെ ഞങ്ങൾക്ക് അതിനപ്പുറമൊന്നും വലിയ അവകാശവാദമൊന്നുമില്ല. ഇവിടെ ഇന്ത്യയിൽ ഈ കാര്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നതിനേക്കാളും മെച്ചമായി നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ നീതി ആയോഗ് പോലുള്ള ഏജൻസികളും ഇന്ത്യയിലെ പല ഏജൻസികളും 1ാം സ്ഥാനത്ത് കേരളത്തിന് അർഹത തന്ന, അല്ലെങ്കിൽ 1ാം സ്ഥാനത്ത് കേരളമാണെന്നുള്ള അംഗീകാരം തന്നത്. ആ കാര്യത്തിനകത്ത് അദ്ദേഹവും പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും പോലും എന്തെങ്കിലും തർക്കം പറയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇന്ത്യയിലെ
പല യാർഡ് സ്റ്റിക്കുകളിലും ഡെവലപ്മെൻറ്റ് യാർഡ് സ്റ്റിക്കുകളിലും ഏറ്റവും മുന്നിൽ നിൽക്കാൻ സോഷ്യൽ സെക്യൂരിറ്റിയിലായാലും സോഷ്യൽ സർവീസസിലായാലും ഒക്കെ ഏറ്റവും മുന്നിൽ നിൽക്കാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ ഗവൺമെൻറ് പൊതു സമീപനത്തിൻ്റെ ഭാഗമാണ്. ആ സമീപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി ഇതിനേക്കാളും കൂടുതൽ വളർച്ച ഉണ്ടാവത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു ഫെയർബെൽ ബഡ്ജറ്റാണോ, പിന്നെ കൂടുതൽ ആളുകൾ അംഗീകരിക്കുന്ന ബഡ്ജറ്റാണോ, LDF ഗവൺമെൻറ്റിനെ എങ്ങനെയാണ് ജനങ്ങൾ കാണുന്നതെന്നൊക്കെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാം. അഭിപ്രായം പ്രതിപക്ഷത്തിന് പറയാം, പക്ഷേ ജനങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ അഭിപ്രായം ഉണ്ടല്ലോ.